നമസ്തേ. ABC കാർഗോ പ്രവാസികൾ പറയട്ടെയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിയോ രാധാകൃഷ്ണൻ. കൊറോണ വ്യാപനത്തെ തുടർന്ന് കഷ്ടപ്പെടുന്ന എല്ലാ പ്രവാസികളുടെയും ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ആശയങ്ങൾ തേടിയുള്ള ജനം ടിവിയുടെ ABC കാർഗോ പ്രവാസികൾ പറയട്ടെയുടെ പ്രയാണം തുടരുകയാണ്. നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ പുനരധിവാസം ചർച്ച ചെയ്യാനാണ് ഈ ആഴ്ചകളിലൊക്കെ ഞങ്ങൾ ലക്ഷ്യം വെച്ചതെങ്കിലും അതിനു മുൻപുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനേക്കാൾ ഉപരിയായി ക്വാറന്റീൻ സൗകര്യങ്ങളുടെ അപര്യാപ്തതയും നമ്മുടെ സംസ്ഥാനത്തെ ഏകോപനമില്ലായ്മയും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. അതിനൊക്കെ പുറമെയാണ് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി എത്തുന്ന പ്രവാസികൾക്ക് വേണ്ടി ഒരു തരത്തിലുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളത്. അതിനൊപ്പം കൂടുതൽ വിമാന സർവീസുകൾ കേരളത്തിലേക്ക് വേണ്ട എന്ന് കേരളം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അതിലേക്കും നമ്മുടെ ശ്രദ്ധ അനിവാര്യമായി ചെലുത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് സൗദി അറേബ്യയിൽ നിന്നുള്ള അതിഥികളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് മലയാളി ഫെഡറേഷൻ സൗദി നാഷണൽ കൗൺസിൽ സെക്രട്ടറി ശ്രീ സാബു ഫിലിപ്പ്, മാധ്യമപ്രവർത്തകൻ ശ്രീ ചെറിയാൻ കിടങ്ങൂർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ഇബ്രാഹിം സുബാൻ, മുതിർന്ന അധ്യാപിക ശ്രീമതി പത്മിനി യു നായർ എന്നിവരാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഏവർക്കും സ്വാഗതം ABC കാർഗോ പ്രവാസികൾ പറയട്ടെയിലേക്ക്. ആദ്യം ശ്രീ ഇബ്രാഹിം സുബാൻ, പ്രവാസികൾ ഒട്ടേറെ പേർ അവിടെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ലോകം ഒന്നടങ്കം ഈ മഹാമാരിയെ നേരിടുകയാണ്. ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അനുരണനങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെയും ഉണ്ട്. പ്രവാസികളിൽ ഒട്ടേറെ പേർക്ക് തൊഴിൽ നഷ്ടമായിട്ടുണ്ട്. കുറേയേറെ പേർക്ക് നാട്ടിലേക്ക് അടിയന്തരമായി മടങ്ങേണ്ട സാഹചര്യമുണ്ട്. ഇതിനിടയിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണവാർത്തകൾ ഏറെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് നിലവിൽ അവിടുത്തെ അവസ്ഥ? പ്രവാസികൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഹലോ, ശ്രീ ഇബ്രാഹിം സുബാൻ, കേൾക്കാമോ? കേൾക്കാം. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇന്ന്. നമുക്കറിയാം, സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ പല സഹോദരങ്ങളും മരിച്ചു വീഴുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഏറ്റവും അടുത്ത് ഏകദേശം 200-നടുത്തായി ഇവിടെ. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഒരു തർക്കത്തിന്റെ അല്ല, ഒരുപാട് ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ജൂൺ 10 മുതൽ 16 വരെ ഏകദേശം 20 ഫ്ലൈറ്റുകളോളം ചാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടു, വന്ദേ ഭാരതം എന്നുള്ള ആ ഒരു പദ്ധതിയോടുകൂടി. പക്ഷെ ഇതൊന്നും മതിയാവത്തില്ല. അതിനേക്കാൾ അപ്പുറം ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം ഈ സാമൂഹ്യ പ്രവർത്തകരെയും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ, നമ്മൾ മുന്നേ ചർച്ച ചെയ്ത പോലെ കുറെ സുഹൃത്തുക്കൾ, അതായത് ഗർഭിണികളായ ആളുകളുണ്ട്, കുറെ രോഗികളുണ്ട്. അതേപോലെ അതിനേക്കാൾ ഉപരി എക്സിറ്റ് അടിച്ച് അതല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന് കുറെ രോഗികളായ ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് കമ്പനിയിൽ നിൽക്കാനും കഴിയില്ല, അവർക്ക് ഇവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എത്രയും പെട്ടെന്ന് പോകേണ്ട ആളുകളുണ്ട്. ഇവരെ നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇന്ന് സൗദിയെ സംബന്ധിച്ചിടത്തോളം. അത് വളരെ അടിയന്തരമായി നടക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു റിപ്പോർട്ട് കാണാം. പ്രവാസികളുമായി കേരളത്തിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാർ കത്ത് മുഖേന അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രത്തെ. ഇക്കാര്യം കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെയാണ് അറിയിച്ചത്. പ്രവാസികളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ വാചകമടിയല്ലാതെ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. അത് നമുക്കൊന്ന് കാണാം, അതിനുശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. കൊറോണ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വന്ദേ ഭാരത് മിഷനിലൂടെ ലോകത്തുടനീളമുള്ള പ്രവാസികളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്ന നടപടികൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അസാധാരണമായ നടപടി, അതായത് വന്ദേ ഭാരത് മിഷനിലൂടെ വരുന്ന വിമാനങ്ങളുടെ എണ്ണത്തിൽ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന വിമാനങ്ങളുടെ എണ്ണം പരിമിതിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ജനം ടിവിയോടൊപ്പമുണ്ട്.
സർ, ലോകത്തുടനീളമുള്ള പ്രവാസികളെ തിരിച്ചെത്തിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറഞ്ഞത് ആരൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ അവരെല്ലാം തിരിച്ചെത്തിക്കുമെന്നാണ്. അതിനിടയിലാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു കത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ്? അല്ല, ഞങ്ങൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ നിരവധി മലയാളികൾ വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ നടത്താൻ കേരള സർക്കാർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തയച്ചപ്പോൾ അതിന് കിട്ടിയ മറുപടി ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ ഏതാണ്ട് പകുതി സർവീസുകൾ മാത്രമേ കേരള സർക്കാർ നടത്താൻ അല്ലെങ്കിൽ കേരളത്തിൽ സ്വീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളൂ. മാത്രമല്ല, അതിനുശേഷം കേരളത്തിലേക്ക് ധാരാളം ചാർട്ടേഡ് വിമാനങ്ങൾ, കാരണം ഈ ഗൾഫിലെ ധാരാളം കമ്പനികളിൽ ജോലി ഇപ്പോൾ നടക്കാത്ത സാഹചര്യത്തിൽ നിർത്തിവെച്ചിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ജോലി നിർത്തിവെച്ചിട്ടുള്ള സാഹചര്യം, അവർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, അവരെ പിരിച്ചുവിട്ടിട്ടില്ല. അതുകൊണ്ട് ആ കമ്പനികൾ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ജീവനക്കാരെ കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ അവിടെ നേരിട്ട് എത്തിക്കാം. കാരണം ഇപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ അവർക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർക്ക് തിരിച്ചു വരാം, അതുകൊണ്ട് അവരെ തിരിച്ചെത്തിക്കാമെന്നുള്ളതാണ്. പക്ഷേ കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ജോലി നഷ്ടപ്പെട്ട ആളുകളെ മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. ഇത്തരത്തിൽ അവധിക്ക് വരുന്ന ആളുകളുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ് അവരുടെ മാനദണ്ഡം എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ചാർട്ടേഡ് ഫ്ലൈറ്റുകളുടെ കാര്യത്തിൽ ധാരാളം നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഫ്ലൈറ്റും കേരളത്തിൽ ഇനി ഇപ്പോൾ ഏതാണ്ട് 40 ഫ്ലൈറ്റ് ഒരു മാസം ആകാമെന്നാണ് കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പോലും ഈ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ ആളുകളെ കൊണ്ടുവരാവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. പ്രവാസികൾ തിരിച്ചെത്തിയാൽ അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് എന്ന സംസ്ഥാനത്തിന്റെ വാദം വെറും പൊള്ളയായിരുന്നു എന്നുള്ളതാണ് ഈ വന്ദേ ഭാരത് മിഷനിലൂടെയുള്ള വിമാനങ്ങളുടെ എണ്ണം പരിമിതിപ്പെടുത്തണമെന്ന സംസ്ഥാന സർക്കാരിന്റെ കത്ത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് വി മുരളീധരൻ വ്യക്തമാക്കിയത്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം, ഡൽഹി. ശ്രീ ഇബ്രാഹിം സുബ്ഹാൻ, അങ്ങയിലേക്ക്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ഞങ്ങൾ നേരത്തെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴോ ഒന്നും കൃത്യമായൊരു ഉത്തരം നമുക്ക് കിട്ടുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇത് മതിയോ? എന്താണ് പ്രതികരിക്കാനുള്ളത്? കാരണം അങ്ങ് ലോക കേരള സഭാംഗം കൂടിയാണല്ലോ. ശ്രീ ലിയോ, ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർഷിപ്പുള്ള ആളല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഈ അവസരത്തിൽ, നമുക്കിപ്പോ ഈ പ്രവാസികളായ ഞങ്ങളോട് ദയവ് ചെയ്ത് ഈ വാഗ്ദാനങ്ങളുടെ പെരുമഴ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, ഈ വാഗ്ദാനങ്ങളുടെ ഇത് ദയവിത് ഞങ്ങളോട് വേണ്ട. ആദ്യം പറഞ്ഞു 2.5 ലക്ഷത്തോളം ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള ക്വാറന്റൈൻ സംവിധാനമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു ഞങ്ങൾക്ക് അതായത് അവിടെ വരുന്ന ആളുകൾക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 10,000-ഓളം ആളിട്ട് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഗവൺമെന്റിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഞങ്ങളോട് ആദ്യം തന്നെ അത് പറയാമായിരുന്നു. ഇന്ന സൗകര്യങ്ങളേ ഉള്ളൂ, നിങ്ങൾ അവിടെ സമാധാനമായിട്ടിരിക്കൂ, അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളോട് ആദ്യം പറഞ്ഞാൽ അത് യാതൊരു വിഷയമല്ല. ഇപ്പോ നമ്മുടെ ബഹുമാന്യായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞു കേരള സർക്കാരാണ് ഇത്. കേരള സർക്കാർ പറയുന്നു ഇതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു വസ്തുത ഉണ്ട് അതിനകത്ത്. കാരണം ഇതിന്റെ കോവിഡ് കേസുകളുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നപ്പോഴും അതേപോലെ തന്നെ വിദേശത്ത് വന്നപ്പോൾ അതിന്റെ ഇന്ന് 84ഓളം കേസുകൾ വന്നു. നമുക്കറിയാം ഒരു വസ്തുത. അപ്പൊ അതിനകത്തുള്ള ഒരു ചോദ്യോത്തരങ്ങളും അതിനകത്തുള്ള ഒരു പ്രയാസങ്ങളും ഉണ്ടാവും. എങ്കിൽ പോലും ഞങ്ങളോട് പറയുന്നു ഞങ്ങൾ പ്രവാസികൾ ബാക്ക് ബോൺ ആണ്, അതല്ലെങ്കിൽ എല്ലാമാണ്, ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത് പ്രവാസികളെ കൊണ്ടാണ് എന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങളെ ഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത്. പക്ഷെ ഞങ്ങൾക്കൊരു ആവശ്യം, ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം, ഇവിടെ സാമൂഹ്യ പ്രവർത്തകര് അവര് നെട്ടോട്ടം ഓടുകയാണ്. ഞാനൊരു എളിയ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരണം അവരുടെ സഹകരണം അല്ലെങ്കിൽ അവരുടെ സഹായം ഇവിടെ മരുന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുള്ളൂ. പക്ഷെ ഇതിനത് ഫെസിലിറ്റേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികമാണ്.
നിങ്ങൾക്കറിയോ എത്ര ആളുകളാണ് ഇവിടെ പോകാനായി കാത്തിരിക്കുന്നത്? അവർക്ക് അവിടെ എത്തിക്കാനുള്ള സംവിധാനം വേണ്ടേ? ഞങ്ങൾക്ക് ഒരു തർക്കത്തിനല്ല പോകുന്നത്. കേരളം എന്ന് പറയുന്നു, കേന്ദ്രം എന്ന് പറയുന്നത് ഇത് ഒറ്റക്കെട്ടായി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ മരണം ഇനിയും കൂടും. ഞാൻ എൻ്റെ ചെറിയ ഒരു പ്രവർത്തന രീതിയിൽ പറയുകയാണ്, ഇവിടെ ഇനിയും ഒരുപാട് ആളുകൾ മരിച്ചു വീഴും. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ അവിടെ കേന്ദ്ര സർക്കാരിനുമായി കൂടിയാലോചനകൾ നടത്തി അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുക എന്നുള്ളത്. അവിടെ സാമ്പത്തികമായി കഴിവുള്ള ഒരാൾ ഏറ്റെടുക്കുക, അതല്ലാത്തവരെ എത്രയാണോ ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നത് പരിമിതിപ്പെടുത്തിക്കൊണ്ട് ആ ക്വാറന്റൈൻ സംവിധാനം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ സഹകരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഇവിടെയുള്ള പരമാവധി ആളുകളെ നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ള വിനയത്തിന്റെ ഭാഷയിൽ എല്ലാ പ്രവാസികൾക്കും വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് സാർ. ഇത് ഞാൻ പറയും. തീർച്ചയായിട്ടും അത് എല്ലാ പ്രവാസികളുടെയും ഭാഗത്തു നിന്നുള്ള അഭ്യർത്ഥനയാണ്. എല്ലാവരെയും കൊണ്ടുവരേണ്ട, പക്ഷേ അടിയന്തരമായി വരേണ്ടവരെ, മറ്റു മാർഗമില്ലാത്തവരെ കൊണ്ടുവരാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീ ഇബ്രാഹിം സുബ്ഹാൻ പറഞ്ഞിരിക്കുന്നത്. ഒട്ടേറെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ശ്രീ സാബു ഫിലിപ്പിലേക്ക് പോവുകയാണ്. ശ്രീ സാബു ഫിലിപ്പ്, പ്രവാസികൾ അർഹിക്കുന്നു വളരെ വലിയ പരിഗണന, റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട് പ്രവാസികൾ. കാരണം ഇത് വെറും വാക്കല്ല, കൃത്യമായി അറിയാവുന്നത് തന്നെയാണ്. ഒട്ടേറെ നാളുകൾ ഞാൻ ഗൾഫ് നാടുകളിൽ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അവിടെ എങ്ങനെയാണ് പ്രവാസികളുടെ അതിജീവനമെന്ന് വ്യക്തമായി അറിയാവുന്ന ആളാണ്. എത്ര പേർ അവിടെ ഏതൊക്കെ സാമ്പത്തിക സാഹചര്യത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കൃത്യമായി എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പ്രവാസികൾ അർഹിക്കുന്നുണ്ട് വലിയ പരിഗണന. കാരണം നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് ഗൾഫ് പണം തന്നെയാണ്. പലരും ചോദിക്കും, പ്രവാസികൾ പോകുന്നത് അവരുടെ കുടുംബത്തെ പോറ്റാനല്ലേ എന്ന്. പക്ഷേ അവരറിയുന്നില്ല, പ്രവാസികൾ നാട്ടിലേക്ക് ഒഴുക്കുന്ന പണം നമ്മുടെ മാർക്കറ്റിലേക്കാണ് വരുന്നതെന്നും അത് നമ്മുടെ മാർക്കറ്റിനെ സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നത് അതാണ് എന്നും ഇവരൊന്നും തന്നെ ഓർക്കുകയും ചെയ്യുന്നില്ല. ചിലരൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പരാമർശിച്ചത്. പ്രവാസികൾക്ക് അർഹിക്കുന്ന പരിഗണന നമ്മുടെ നാടിപ്പോൾ കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്നും കഴിഞ്ഞ ഈ പ്രവാസികൾ മടങ്ങി വരാൻ തുടങ്ങിയ ദിവസം മുതൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ക്വാറന്റൈൻ സംവിധാനത്തിലെ അപാകതകൾ, മടക്കിക്കൊണ്ടുവരുന്ന പ്രവാസികളെ മോശമായി കൈകാര്യം ചെയ്യുന്നത്. അങ്ങയുടെ അഭിപ്രായം കേട്ടതിന് ശേഷം ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ നടു റോഡിൽ കൊണ്ട് എവിടേക്ക് വിടണം എന്നറിയാതെ, അല്ലെങ്കിൽ അർദ്ധരാത്രി പെരുവഴിയിൽ ഇറക്കി വിടാൻ തുനിഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, ബസ്സിൽ വന്നവർ, കൊച്ചിയിൽ നിന്നും വന്നവരെ. അക്കാര്യം ആ റിപ്പോർട്ട് നമുക്ക് കാണാം. എന്തായാലും അങ്ങ് പറയണം, പ്രവാസികൾ ഇതിനേക്കാളൊക്കെ എത്രയോ നല്ല ഒരു പരിഗണന അർഹിക്കുന്നവർ തന്നെയല്ലേ? അത് കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ജാനൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും. മിസ്റ്റർ ലിയോ, ഞാൻ ഒരു കാര്യം തന്നെ ആദ്യം തന്നെ പറയട്ടെ. ഇബ്രാഹിം സുബ്ഹാൻ തുടങ്ങി വെച്ച ഭാഗത്തു നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. അതായത് പ്രവാസികളുടെ ഇടയിൽ നിന്ന് വലിയ ഒരു രോദനമാണ് വരും ദിവസങ്ങളിൽ മുഴങ്ങിക്കേൾക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് പ്രവാസികളുടെ ഇടയിൽ മാത്രമല്ല, സൗദി അറേബ്യയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നടന്ന ഡിസ്കഷനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു. 26 ലക്ഷം ഇന്ത്യക്കാരുള്ളതിൽ 14 ലക്ഷവും സൗദി അറേബ്യയിലെ മലയാളികളാണ്. ആ മലയാളികൾ ഇന്ന് ദുരിതം അനുഭവിക്കുന്നത് ഏകദേശം 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെ എന്നുള്ള ഒരു ഏകദേശ കണക്കാണ് ഇപ്പം പുറത്തു വരുന്നത്. അത് നിസ്സാര കണക്കല്ല. ഇവിടെ ഉള്ള പകുതി മലയാളികളില് ചെറിയ ബിസിനസ് നടത്തുന്നവരായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലാതെ മറ്റുള്ളവരായിക്കോട്ടെ, എല്ലാവരും തകർച്ചയുടെ വക്കത്താണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഉയരാൻ പോകുന്ന കൂട്ടക്കരച്ചിലിനെ ആർക്കും തടയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ഇപ്പം നാട്ടിലേക്ക് പോകാനായിട്ട് വിവിധ അസുഖങ്ങൾ മുഖേന നാട്ടിൽ ചികിത്സ നടക്കുന്നതിന്റെ കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് നടക്കാൻ പറ്റാതെ, അവിടുന്ന് മരുന്ന് ലഭിക്കാതെ, ഇവിടെ ലഭ്യമാകാതെ, അവിടെ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോലും നാടടയാനായിട്ട് സാധിക്കുന്നില്ല. ഈ അടുത്ത ദിവസം തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ 31-30 വയസ്സുള്ള ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത്. നമ്മൾ മനസ്സിലാക്കണം, വളരെ ദുഃഖകരമായ അവസ്ഥയാണ് പ്രവാസികളുടെ ഇടയിലുള്ളത്. അതിന്റെ ഇടയ്ക്കാണ് ഓരോ ദിവസവും ഇടുത്തി പോലെ ഓരോ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് എന്നെ ഏറ്റവും വേദനിപ്പിച്ച വാർത്ത ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരന്റെ അവരുടെ വായിൽ നിന്ന് വന്ന ആ ഒരു ഇന്നത്തെ ഒരു വാർത്താവിശേഷം.
പ്രവാസികളെ മടക്കിക്കൊണ്ടുവരാനായിട്ട് കേരളത്തിൽ നിന്ന് താല്പര്യമില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു കത്ത് കേന്ദ്രത്തിന് എന്തിനു നൽകി? പ്രവാസി കേരള സർക്കാരിന്റെ 40% വരുന്ന സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്ന പ്രവാസികളുടെ ചങ്കത്ത് തന്നെ ഇങ്ങനെ ചവിട്ടണമായിരുന്നോ എന്ന് കേരള സർക്കാരിനോട് തുറന്നു ചോദിക്കേണ്ടി വരികയാണ്. വേദനാജനകമാണ്. ഞങ്ങൾ പ്രവാസികള് ഇവിടെ തന്നെ ഫാമിലിയായിട്ട് ജീവിക്കുന്ന എത്രയോ കുടുംബാംഗങ്ങൾ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഇപ്പോഴും ഈ സംഘടനകളാണെങ്കിലും ഇവിടെ വിവിധ സംഘടനകളാണെങ്കിലും വിവിധ സാമൂഹ്യ പ്രവർത്തകർക്കാണെങ്കിലും ഈ ഫുഡ് കിറ്റുകളൊക്കെ ഇപ്പൊ 3 മാസം എത്തിച്ചു, ചിലപ്പോ 1.5 മാസം കൂടെ എത്തിക്കാൻ പറ്റിയേക്കും. അത് കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യണം? എവിടെ പോകും? എവിടെ കൈനീട്ടും? പെരുന്നാൾ ദിനങ്ങളിൽ പോലും പട്ടിണി കിടന്ന കുടുംബങ്ങളെ എനിക്കറിയാം. വളരെ വേദനയോടുകൂടി തന്നെ പറയുന്നത്. പെരുന്നാൾ ദിനത്തില് ഇവിടെ സൗദി അറേബ്യയിലെ വേദനയോടെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ കുടുംബാംഗങ്ങളെ ഞങ്ങൾക്കറിയാം. സാമൂഹ്യ പ്രവർത്തകരായ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള സഹായം ഞങ്ങൾ അവർക്ക് എത്തിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇനി മരുന്ന് ഇപ്പം ഇവിടെ വിവിധ ക്ലിനിക്കുകളുടെ മുമ്പില് റിയാദിൽ ഇത് കൂടാതെ ഇപ്പൊ ഒരു പകർച്ചപ്പനി ഉണ്ട് എന്ന് കേൾക്കുന്നു. ഈ പകർച്ചപ്പനി മൂലം വിവിധ ചെറിയ ക്ലിനിക്കുകളുടെ മുന്നിൽ പോലും 200-300 പേര് വലിയ ലൈനാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് കോവിഡ് രോഗിയാണോ മറ്റുള്ളവരാണോ ആരാണ് നിൽക്കുന്നതെന്നറിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ വന്നതില് കണ്ട ഒരു ചെറുപ്പക്കാരൻ ഏകദേശം 36 വയസ്സ് തോന്നുന്നു, മിനിഞ്ഞാന്ന് മരണപ്പെട്ടു ആ ലൈനിൽ നിന്ന്. അദ്ദേഹം കോവിഡ് മൂലമാണോ അല്ലാതാണോ? അതുപോലെ തന്നെ മരണക്കണക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുബ്ഹാനൊക്കെ പറഞ്ഞ പോലെ 200 അല്ല, അത് കോവിഡിന്റെ കണക്ക്. കോവിഡ് അല്ലാതെ മരിച്ചവരുടെ കണക്ക് എങ്ങൊന്നും കിട്ടുന്നില്ല. വലിയൊരു ദുഷ്കരമായ അവസ്ഥയാണ്. അതായത് ഇവിടെ സർക്കാർ ഓഫീസുകൾ അടഞ്ഞു കിടക്കുന്നു, എംബസി അടഞ്ഞു കിടക്കുന്നു, എല്ലാം ഓൺലൈനിൽ മാത്രം. ഇതിന്റെ ഡോക്യുമെന്റേഷനും ഇതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ ഇനി ഇതെല്ലാം തുറന്ന് പ്രവർത്തനക്ഷമമാവണം. അപ്പോഴത്തേക്ക് ഇനിയും മരിച്ചു വീഴുന്ന ജനങ്ങളുടെ സംഖ്യ വളരെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നതിന് അതീതമായി മാറുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടല്ലയോ, ഇപ്പൊ നാട്ടിലേക്ക് വന്നിരിക്കുന്ന പ്രവാസികളില് നമ്മൾ ശ്രദ്ധിക്കുക, വെറും 0.07% പ്രവാസികൾക്ക് മാത്രമാണ്, വിദേശത്തു നിന്ന് വന്ന പ്രവാസികൾക്ക് മാത്രമാണ് കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രത്യേകം നിങ്ങൾ ശതമാനക്കണക്ക് നോക്കേ. പ്രവാസികളിൽ നിന്ന് വന്നിരിക്കുന്ന ആൾക്കാരിലെ വിദേശത്തു നിന്ന് വെറും 0.7%. ഇന്ന് സൗദി അറേബ്യയിലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 1869 പേര് രോഗബാധിതരായെന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് 1484 പേര് സുഖം പ്രാപിച്ചു. പക്ഷേ ഇന്ന് വേദനിപ്പിക്കുന്ന ഒരു വലിയൊരു കണക്ക് വന്നിട്ടുണ്ട് മരണത്തിന്റെ. ഇന്ന് സൗദി അറേബ്യയിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ മരണനിരക്കാണ്. 24 പേരാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചു, കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ പറഞ്ഞു നമുക്ക് കേരളത്തിലേക്ക് ഒരു മാസം 170 ഫ്ലൈറ്റ് നമുക്ക് ഓടിച്ചെത്തിക്കാം, നോ പ്രോബ്ലം, കേന്ദ്ര സർക്കാർ റെഡിയാണ്. അത് ചാർട്ടേഡ് ആയിക്കോട്ടെ, എയർ ഇന്ത്യ ആയിക്കോട്ടെ, ഇനി കേരള സർക്കാർ നേരിട്ട് നടത്തുകയാണെങ്കിൽ അതായിക്കോട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഈ വേദന വിഷമയാവോ അനുഭവിക്കുന്ന മലയാളികള് ഇന്നത്തെ ഷെഡ്യൂള് നിങ്ങൾ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ ഷെഡ്യൂൾ പ്രകാരം ഒരു കണക്കൂടെ ഞാൻ പറയട്ടെ. ഇന്ന് 20 ഫ്ലൈറ്റ് ഇന്ത്യൻ എംബസിയുടെ ലിസ്റ്റ് പ്രകാരം വന്നിട്ടുണ്ട്. ഇതിൽ 11 ഫ്ലൈറ്റ് കേരളത്തിലേക്കുണ്ട്. പക്ഷെ അവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഈ 11 ഫ്ലൈറ്റിൽ 10 ഫ്ലൈറ്റും ഡ്യൂവൽ സ്റ്റേറ്റ് ആണ്. കേരളത്തിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ഹൈദരാബാദിന് പോകുന്നു, ഡൽഹിക്ക് പോകുന്നു, ബോംബെക്ക് പോകുന്നു, ബാംഗ്ലൂർക്കും പോകുന്നുണ്ട്. 10 ഫ്ലൈറ്റ്. അതിൽ ഒരു ഫ്ലൈറ്റ് മാത്രമേ നേരിട്ട് കൊച്ചിക്കുള്ളൂ. ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 180 പേരാണ്. മാക്സിമം 180 പേര് ഇപ്പോഴും ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന കണക്കും പ്രകാരം. അത് ചിലപ്പോൾ 169 ആകാം, 170 ആകാം. എനിവേ ഈ ഒരു റേഞ്ചിലാണ് ഇത് പോകുന്നത്. അങ്ങനെ പോയാൽ തന്നെ ഈ ടോട്ടല് ഈ 10-ാം തീയതി മുതൽ 16-ാം തീയതി എന്ന് പറയുന്ന 7 ദിവസം, ഈ 7 ദിവസത്തിനുള്ളിൽ നാട്ടില് ഇന്ത്യയിലേക്ക് എത്തുന്ന നമ്മുടെ അല്ലെങ്കിൽ മലയാളികൾ കേരളത്തിലേക്ക് എത്തുന്ന ഫ്ലൈറ്റിൽ എത്തുന്ന ആൾക്കാരുടെ എണ്ണം 1870. അതിനെ ഡിവൈഡഡ് ബൈ 2, നേരെ പകുതി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആൾക്കാർ പോകും. അങ്ങനെ വരുമ്പോ 935 മുതൽ 950 പേര് വരെ മലയാളികളെ നാട്ടിലെത്തുള്ളൂ.
10,000-കണക്കിന് ആൾക്കാർ വരാൻ നിൽക്കുമ്പോൾ, കഷ്ടത അനുഭവിച്ച് വരാൻ നിൽക്കുമ്പോൾ ഇവിടെ തന്നെ ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? തങ്ങളുടെ എക്സിറ്റ് കാലാവധി കഴിഞ്ഞു, വിസ സർക്കാർ ഇവിടെ പുതുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എംബസി അത് കൺസിഡർ പോലും ചെയ്യുന്നില്ല. Yes. ഞാൻ പറയട്ടെ, ഇവിടെ നാട്ടിൽ പോയി ഡെലിവറി കഴിഞ്ഞ് ഇവിടെ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തി. അവര് പറഞ്ഞു ഞങ്ങൾ റിസൈൻ തരുന്നു. ഹോസ്പിറ്റൽ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് ആ കുട്ടികൾക്ക് മുലപ്പാല് നൽകാനായിട്ട് നാട്ടിലെത്തണം. പക്ഷെ മാർഗമില്ല. അവരുടെ ജോലിയും പോയി. Yes, ഇപ്പൊ അവർക്ക് yes. നാട്ടിലെത്താനും പറ്റില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒട്ടേറെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്നും അത് വ്യക്തമാവുകയുമാണ് ശ്രീ സാബു ഫിലിപ്പ്. ഏതായാലും ABC കാർഗോ പ്രവാസികൾ പറയട്ടെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്.